ഈ പ്രഭാതത്തിൽ ഇന്ന് ഈ വാർത്തയോട് ചേർത്ത് വെക്കേണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് സൂചിപ്പിക്കുകയാണ്. അത് ഫെലിക്സ് ജെ പുല്ലൂടൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഫെലിക്സ് ജെ പുല്ലൂടൻ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുമായിട്ട് ഇടഞ്ഞു നിൽക്കുകയും അതേസമയത്ത് തന്നെ നിരവധിയായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഫെലിക്സ് ജെ പുല്ലൂടൻ താൻ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, തൻ്റെ ശരീരത്തെ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നേരത്തെ തന്നെ എഴുതി തയ്യാറാക്കി മെഡിക്കൽ കോളേജിന് അതിൻ്റെ അനുവാദം നൽകിയിട്ടുണ്ട്. പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്രസക്തമാവുകയും തൻ്റെ ശരീരത്തെ ബന്ധുക്കളും മറ്റും തോന്നിയ പോലെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള കുറിപ്പ് ഒരുപക്ഷെ ഈ പ്രഭാതത്തിൽ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിട്ട് ഇത് ഗുണകരമാവുമോ അല്ലയോ എന്ന് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക. ഫെലിക്സ് ജെ പുല്ലൂടൻ എഴുതുന്നു: എൻ്റെ മരണാനന്തര കർമ്മങ്ങളെക്കുറിച്ച് മക്കളോടും ഭാര്യയോടും നേരത്തെ തന്നെ പറഞ്ഞേൽപ്പിച്ചിരുന്ന കാര്യമാണെങ്കിലും മതവിശ്വാസങ്ങളിൽ അമിതമായ പങ്കാളിത്തമുള്ള എൻ്റെ ബന്ധുക്കൾ ഒരുപക്ഷെ എൻ്റെ താല്പര്യങ്ങളെ ഹൈജാക്ക് ചെയ്യുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്കും മക്കൾക്കും എൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് കരുത്തോടെ നിൽക്കുന്നതിനായി മരണാനന്തര ചടങ്ങുകളെക്കുറിച്ച് ഒന്ന് കുറിച്ചു വെക്കണമെന്ന് തോന്നുന്നു എന്നാണ് ഫെലിക്സ് ജെ പുല്ലൂടൻ എഴുതുന്നത്. 2006 കത്തോലിക്ക സഭാ നേതൃത്വവുമായി ആദ്യ തുറന്ന ഏറ്റുമുട്ടലുണ്ടായപ്പോൾ ഞാനൊരു പരസ്യ പ്രഖ്യാപനം നടത്തിയിരുന്നു എന്ന് ഫെലിക്സ് ജെ പുല്ലൂടൻ പറയുന്നു. മരണാനന്തരം എൻ്റെ മൃതശരീരം പള്ളി സെമിത്തേരികൾ അടക്കം ചെയ്യില്ലെന്നും എൻ്റെ മക്കളുടെ വിവാഹം പള്ളിയിൽ വെച്ച് നടത്തില്ല എന്നുമായിരുന്നു അത്. ഒരു മകളുടെ വിവാഹമേ നടന്നിട്ടുള്ളൂവെങ്കിലും അത് എറണാകുളം സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചായിരുന്നു. ഇങ്ങനെ ഈ കുറിപ്പ് സൂചിപ്പിച്ചുകൊണ്ട് ഈശ്വരവിശ്വാസിയാണ് ഞാൻ എങ്കിലും മതങ്ങളിലുള്ള എൻ്റെ ചെറുപ്പകാല ധാരണകളിൽ കാലാന്തരേണ ഏറെ മാറ്റം വന്നു കഴിഞ്ഞു. മരണാനന്തര ജീവിതം, സ്വർഗം, നരകം എന്നിവയൊക്കെ മതപുരോഹിതർ തങ്ങളുടെ നിലനിൽപ്പിനുണ്ടാക്കിയ കെട്ടുകഥകൾ മാത്രമാണെന്ന് വളരെ നേരത്തെ ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന് ഫെലിക്സ് ജെ പുല്ലൂടൻ എഴുതുന്നു. അതുകൊണ്ട് എൻ്റെ മരണവേളയിലും സംസ്കാരവേളയിലും തുടർന്നും യാതൊരുവിധ മതപരമായ ചടങ്ങുകളോ പ്രാർത്ഥനകളോ നടത്തരുത്. കുറച്ചു കാലമായി നഗരത്തിൽ നിന്നും അല്പം ദൂരെ മാറി താമസിക്കുന്ന എൻ്റെ മൃതശരീരം കാണാൻ ഒരു പക്ഷേ വിപുലമായ കൂട്ടുകാരുടെ ശ്രേണിയിൽ നിന്നും കുറേ സ്നേഹിതരും ബന്ധുക്കളുമൊക്കെ എത്തിയേക്കുമെന്ന് കരുതുന്നു. അവരിൽ ബഹുഭൂരിപക്ഷവും നഗരകേന്ദ്രീകൃതമായി താമസിക്കുന്നവരായതുകൊണ്ട് അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ചിറ്റൂർ ഡിവൈൻ നഗറിലുള്ള എൻ്റെ ഭവനത്തിലേക്ക് കഴിയുന്നത്ര നേരത്തെ എൻ്റെ മൃതശരീരം കൊണ്ടുപോകണം. മെഡിക്കൽ കോളേജിന് മൃതശരീരം കൈമാറാനായി എല്ലാ രേഖാപരമായ കാര്യങ്ങളും നിർവഹിച്ചിട്ടുള്ളതും അക്കാര്യം കൃത്യതയോടെ ചെയ്യുന്നതിന് എൻ്റെ 2 ജ്യേഷ്ഠന്മാരുടെ മക്കളെ പ്രത്യേകം ഞാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളതുമാണ്. എൻ്റെ മരണം പ്രതീക്ഷിതമാണെങ്കിലും ഭാര്യയും മക്കളും സ്വാഭാവികമായും അല്പം അസ്വസ്ഥരാകാൻ ഇടയുണ്ട്. അതുകൊണ്ട് മക്കളുടെ ഉത്തരവാദിത്തം എനിക്ക് പിറക്കാതെ പോയ മക്കളായ മുകളിൽ സൂചിപ്പിച്ചവർ ചെയ്തുകൊള്ളും എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിൽ ആ സമയത്ത് എൻ്റെ ബോഡി സ്വീകരിക്കുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ എൻ്റെ വീടിന് സമീപമുള്ള പച്ചാളം പൊതുശ്മശാനത്തിൽ മൃതശരീരം കത്തിച്ച് കളയുവാനുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത്. യാതൊരു കാരണവശാലും പള്ളി സെമിത്തേരിയിൽ എൻ്റെ മൃതദേഹം സംസ്കരിക്കരുത്. ശവപ്പെട്ടി, മാല, റീത്ത്, പുതുവസ്ത്രങ്ങൾ തുടങ്ങിയ അലങ്കാര പ്രയോഗങ്ങൾ ഉണ്ടാകരുത്. ഞാൻ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങൾ മാത്രമേ എന്നെ ധരിപ്പിക്കാവൂ. മൃതശരീരം പൊതിയുന്നതിനും ഞാൻ ഉപയോഗിച്ചിരുന്ന വൃത്തിയുള്ള മുണ്ടുകൾ തന്നെ ഉപയോഗിച്ചാൽ മതിയാകും. മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. എൻ്റെ ആത്മശാന്തിക്കായി ആരും പ്രാർത്ഥിക്കരുത്. മുഖപുസ്തകങ്ങളിൽ സ്ഥിരമുണ്ടാകാറുള്ള ആത്മശാന്തി പ്രാർത്ഥനകളും മറ്റും അർപ്പിച്ച് സ്നേഹം കൊണ്ടാണെങ്കിൽ പോലും ആരും എന്നെ അപമാനിക്കരുത് എന്ന് ആണ് ഫെലിക്സ് ജെ പുല്ലൂടൻ എഴുതിയിരിക്കുന്നത്. ഫേസ്ബുക്കിൽ തൻ്റെ മരണാനന്തര ക്രിയകൾ എങ്ങനെയാവണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് കല്ലറയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിനോട് മറ്റൊരു മതത്തിലുള്ള മറ്റൊരു വ്യക്തിയുടെ മരണാനന്തര ആഗ്രഹത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇടവേള